ഹലോ അമ്മാസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പയറുപ്പേരിയാണ്. അതിൻ്റെ റെസിപ്പി എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. കടുകിട്ട് കൊടുത്തു. വെളുത്തുള്ളി അല്ലിയെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. പിന്നീട് അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടി ഇളക്കിയെടുക്കുക. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നീട് അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടി ഇളക്കിയെടുക്കുക. പിന്നീട് അതിലേക്ക് പയർ ചെറിയ നീളത്തിലരിഞ്ഞത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. അമ്മാസ് വ്ളോഗിലേക്ക് കുറേ ദിവസമായി ഞാൻ വന്നിട്ടില്ല. ഇപ്പോൾ വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്രയും അത്യാവശ്യമാണ്. എല്ലാവരും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഒന്ന് മൂടി വെച്ച് കുറച്ച് സമയം വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയതിന് ശേഷം ഒന്ന് ഇളക്കിയെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാനിതെല്ലാം ചെയ്തെടുക്കുന്നത്. ഒന്നുകൂടി ഇളക്കിയെടുക്കാം. പിന്നീട് അതിലേക്ക് ചില്ലി ഫ്ലക്സ് കൂടി 1 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയത് കൂടി ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഉപ്പേരിക്ക് നല്ലൊരു ടേസ്റ്റാണ്. ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തു നോക്കാൻ എല്ലാവരും ശ്രമിക്കണേ. നല്ല ടേസ്റ്റുള്ളൊരു ഉപ്പേരിയാണ്. പാകത്തിന് വെന്തിട്ടുണ്ട്. ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടുള്ള കഞ്ഞിയുടെ കൂടെ കുടിക്കുകയാണെങ്കിൽ അത് നല്ല ടേസ്റ്റുള്ള ഒരു വിഭവമാണ്. ചൂടുള്ള കഞ്ഞിയും ഉപ്പേരിയും നല്ല കോമ്പിനേഷൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കൂടെ കുറച്ച് അച്ചാർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒന്ന് കഴിച്ച് നോക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റുള്ളൊരു കഞ്ഞിയാണ്. കഞ്ഞി ഉപ്പേരി നല്ല ടേസ്റ്റാണ്. ഇതേപോലെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി കമൻറ്റ് ചെയ്യണേ.